പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് രേഷ്മ. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഈ കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് ട്രോളുകളിലൂടെയൊക്കെ തന്നെയാണ്. അപ്പോൾ തൊട്ട് തന്നെ എനിക്ക് വലിയ വിശ്വാസമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഒരു വട്ടം എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു കൃപാസന പത്രം കൊണ്ടുവന്നപ്പോൾ ഞാൻ അമ്മയെ വഴക്കുറയൊക്കെ ചെയ്തു. എന്തിനാണ് കൊണ്ടുവന്നത്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്കുറയൊക്കെ ചെയ്തു. ഞാൻ DLED പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം എൻ്റെ ബ്രദർ അയർലൻഡിലുണ്ട്. ബ്രദർ ഇങ്ങനെ പറഞ്ഞു, നീ എന്തായാലും ഇത്രയും വർഷം നീ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നും അങ്ങ് പഠിക്കുകയാണ്, പക്ഷേ നിനക്കൊരു ഇൻകവും ഇല്ല, നീ ഒന്നും ആവുന്നുമില്ല, ഞാനൊന്നും ആവാത്തതിൽ എല്ലാവർക്കും ഒരു വിഷമവും ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ബ്രദർ പറഞ്ഞനുസരിച്ചിട്ട് ഞാൻ അയർലൻഡിൽ കുറച്ച് യൂണിവേഴ്സിറ്റിയിലൊക്കെ അപേക്ഷകൾ വെച്ചു. ബയോടെക്നോളജിക്ക് വേണ്ടിയിട്ടാണ് വെച്ചത്. പക്ഷേ എനിക്ക് അവിടെ നിന്നെല്ലാം റിജക്ഷനാണ് വന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ ഞാനും ഹസ്ബൻഡോട് ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്കിതങ്ങ് മാറ്റിയാലോ എന്നൊക്കെ ഒരു ചിന്ത വന്നു. ഞാനൊരു ദിവസം ക്ലാസ്സിന് ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് നീനു ഇങ്ങനെ പറഞ്ഞു, കൃപാസന മാതാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കൊരു ഓഫർ ലെറ്റർ ശരിയാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ചേച്ചി പ്രാർത്ഥിക്ക്, അമ്മ എന്തായാലും തരും, ചേച്ചി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞാൻ നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കാനും ഡെയിലി ബ്രെഡ് കൂടാനും ഒക്കെ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴും അനക്കമൊന്നുമില്ല. അപ്പം പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് പറഞ്ഞു, ശരി നമുക്കിത് ഡ്രോപ്പ് ചെയ്യാം. ഒരു ദിവസം രാവിലെ ഞാൻ എൻ്റെ ക്ലാസ്സിന് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ യൂണിഫോം ഒക്കെ ഇട്ടിരിക്കുക. അപ്പം പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ എൻ്റെ ഫോണിൽ വന്നു. ഞാൻ നോക്കിയപ്പം ഓഫർ ലെറ്ററാണ് വന്നിരിക്കുന്നത്. അതും അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ. അതായത് IELTS ആവശ്യം ഇല്ല എനിക്ക് അക്കാഡമിക് പർപ്പസിന്, പിന്നെ വേണ്ടത് വിസയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. അങ്ങനെ എല്ലാം അന്ന് ഹാപ്പിയായി. പിന്നെയും ഈ IELTS എന്നുള്ള ഒരു കടമ്പ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഈ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര സ്ട്രെസ്സാണ്. ഒത്തിരി എഴുതാനും പഠിക്കാനും വായിക്കാനും ഉണ്ട്, പിന്നെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള പ്രിപ്പയർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോച്ചിങ് അസാധ്യമായിരുന്നു. എന്നിരുന്നാൽ പോലും ഞാൻ ഒരു മാസത്തേക്കൊരു ക്രാഷ് കോഴ്സിന് കയറുന്ന IELTS. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ IELTS എക്സാം എഴുതാൻ പോകുന്നത്. പക്ഷേ ഞാൻ എക്സാം എഴുതി എനിക്ക് റിസൾട്ട് വന്നപ്പം അമ്മ എനിക്ക് വേണ്ടുന്ന സ്കോർ 6 ബാൻഡ് നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതെനിക്ക് ഏറ്റവും വലിയൊരു അത്ഭുതമായി തന്നെ തോന്നി. ഞാൻ പിന്നെ ഇവിടെ വന്നില്ല, ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നമ്മുടെ ഈ ഉടമ്പടി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞാണ് എനിക്ക് KTET എക്സാം വന്നത്. KTET എക്സാം വന്നപ്പോഴും എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ല. എല്ലാവർക്കും പഠിക്കാൻ സമയം ഉണ്ടെങ്കിൽ പോലും എനിക്ക് വീട്ടിൽ കുഞ്ഞുണ്ടായിരുന്നു, ഹസ്ബൻഡ്, പിന്നെ ഈ ടീച്ചിങ് പ്രാക്ടീസ് നടക്കുന്ന സമയത്തായിരുന്നു എനിക്ക് എക്സാം. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ളത് പ്രിപ്പയർ ചെയ്യണം, പിന്നെ പഠിക്കാനുള്ളത് എക്സാം വരുന്നതിൻ്റെ പ്രിപ്പയർ, അങ്ങനെ ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല. ഞാൻ നേരെ ചെന്നു, നമ്മളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തു, നേരെ എക്സാം ഹാളിലേക്ക് പോയി. അവിടെ ചെന്നിങ്ങനെ ഇരുന്നപ്പോഴും എനിക്ക് ചുറ്റും ഇരുന്നവരെല്ലാം പഠിക്കുക, അപ്പോഴും ഞാനിങ്ങനെ ഇരിക്കുക. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലിരുന്നൊരു കുട്ടി ഇങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ ശരിയാണല്ലോ, എന്നാൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, അപ്പം ന്യായമായിട്ട് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല എനിക്ക് തരണേന്ന്, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ നോക്കിയില്ല, കിട്ടത്തില്ല എന്നുള്ളൊരു ഉറപ്പില്ല. പിന്നെ ലാസ്റ്റിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 100 മാർക്കാണ് തന്നത് KTET എക്സാമിന്. ശരിക്കും റിസർവേഷൻ അനുസരിച്ച് എനിക്ക് 86 മാർക്ക് കിട്ടേണ്ട ആവശ്യമുള്ളൂ, കാരണം ഞാൻ പഠിച്ചിട്ടില്ല, ഒരു വക പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് 100 മാർക്ക് നൽകി അമ്മ അനുഗ്രഹിക്കുക. അത് അമ്മയുടെ മാത്രം കൃപ കൊണ്ട് ലഭിച്ചതാണ്. പിന്നെ ഞാൻ ലോണിൻ്റെ ഓഫർ ലെറ്ററെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു. അത് ഭയങ്കര ഡിലേ ആണ്. ഏകദേശം 9ഓളം ബാങ്കിൽ ഞാൻ ലോണിന് അപ്ലൈ ചെയ്തു. എൻ്റെ വീട് സ്ഥലവും വെച്ചിട്ട് എനിക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കാരണം കുറച്ച് പ്രശ്നങ്ങൾ കിടക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം ഉള്ള പ്രോപ്പർട്ടി വെച്ചിട്ടാണ്, അതിൽ സ്ഥലവും വീടില്ലാത്തത് കൊണ്ട് ആരും ലോൺ തരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഏകദേശം 9 ബാങ്കോളം പത്തനംതിട്ടയിലെ മിക്കവാറും ഉള്ള ബാങ്കിലെല്ലാം കയറി ഞങ്ങൾ. ലാസ്റ്റിൽ ഒരു ബാങ്ക്, SBI ബാങ്ക്, നമ്മുടെ വീടിന് കുറച്ച് ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ, അവിടെ മാത്രം ഞാൻ പോയില്ല, ബാക്കി എല്ലായിടവും പോയി. എന്നാൽ ഞങ്ങൾ വിചാരിച്ചു അവിടെ ചെന്ന് നോക്കാം എന്ന് സംസാരിച്ചു.
അവിടെ ചെന്നപ്പം മാതാവ് അനുഗ്രഹിച്ച പോലെ ഒരു മാനേജർ, പുള്ളി എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിന്ന് എല്ലാം വേണ്ടുന്ന പോലെ ചെയ്തു. ഞങ്ങൾക്ക് ലോൺ കിട്ടി. വഴിയില്ലാത്തതൊരു പ്രശ്നമായിരുന്നു. വഴി മേടിച്ചു കഴിഞ്ഞപ്പോഴും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അമ്മ അതെല്ലാം മാറ്റി ലോൺ നമുക്ക് വേണ്ടുന്നത്ര എമൗണ്ട് പാസ്സാക്കി അമ്മ തന്നു. അതിന് നമ്മൾ ഒത്തിരി ടെൻഷൻ അടിച്ച സമയത്തൊക്കെ അമ്മ എപ്പോഴും കൂടെ ഇങ്ങനെ നമ്മളെങ്ങനെ ഉന്തിത്തള്ളി മുകളോട്ട് വിടുന്ന രീതിയിൽ അമ്മ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ VFSന് വെക്കാൻ സമയമായതിന് 2 ദിവസം മുന്നേ ഞാൻ ഇവിടെ വന്നിരുന്നപ്പം അച്ഛനെ എനിക്ക് കണ്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല. അപ്പം എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ പാസ്പോർട്ട് അമ്മയുടെ രൂപത്തിൽ വെച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. അപ്പം ഞാനൊരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാനവിടെ ഇരുന്ന് ഒരു ജപമാലയൊക്കെ ചൊല്ലി കഴിഞ്ഞപ്പോൾ ഞാനപ്പോൾ ഹസ്ബൻഡും കുഞ്ഞൂടെ വന്ന് അവരെന്തെങ്കിലും നോക്കാൻ വെളിയോട്ട് ഇറങ്ങിയപ്പം ഞാൻ ദിവ്യകാരുണ്യം വെച്ചിരിക്കുന്ന അവിടോട്ട് ചെന്നപ്പം അവിടെ നിന്ന് ഒരു ആൻറ്റി എന്നെ വിളിച്ചു, കയറി വാ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് കയറി ചെന്നു. അപ്പോൾ ഉടമ്പടി പുതുക്കുന്നവരെ മാത്രമല്ല അവിടെ കയറ്റുള്ളൂ. അപ്പം ഞാൻ കയറി അകത്ത് ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ പുറകിനൊന്ന് ഒരാളോട് പറഞ്ഞു, അല്ല മതി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആൻറ്റി എനിക്ക് ഉടമ്പടി പുതുക്കാനല്ല, ഞാൻ ജസ്റ്റ് പ്രാർത്ഥിച്ചോട്ടെ എന്ന് വെച്ച് പറഞ്ഞാൽ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അന്നേരമാണ് ഞാൻ കാണുന്നത് ഈ ഇരിക്കുന്ന മാതാവ് തന്നെ ആ അറ്റത്ത് ഒരു ചെറിയ രൂപത്തിലുണ്ടെന്ന്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമാണോ, ഞാൻ ആഗ്രഹിച്ച എന്താണോ അമ്മ എനിക്കത് നടത്തി തന്നു. ഞാനപ്പം അമ്മയുടെ നെഞ്ചത്ത് ഈ പാസ്പോർട്ട് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ എന്തോ ഒരു പേജ് എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ എടുത്ത് നോക്കുന്നത് 4-5 പേജാണ് കിട്ടിയത്. അപ്പം VFSന് പോയി എല്ലാവരും പറഞ്ഞു എൻ്റെ പ്രൊഫൈൽ വളരെ വീക്കാണ്, അപ്പം കിട്ടാൻ 50-50 ചാൻസേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മളെന്നും പ്രാർത്ഥിക്കാം, അമ്മയോടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ VFSന് വെച്ചു. അപ്പോൾ എനിക്ക് 7ാമത്തെ ടോക്കൺ നമ്പറാണ് അയർലൻഡിൻ്റെ എനിക്ക് കിട്ടിയത് VFSന്. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ഇതിനകത്തിൽ എന്തോ ചെയ്തിട്ടുണ്ട്, അല്ലേ 7ാമത്തെ ടോക്കൺ നമ്പർ കറക്റ്റ്. പക്ഷേ എൻ്റെ മുമ്പിലും ആരുമില്ല, പുറകിലും ആരുമില്ല, എനിക്ക് 7 അങ്ങനെ കിട്ടി. അതെല്ലാം കംപ്ലീറ്റായി വീട്ടിൽ വന്നു. 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. അപ്പം ഏജൻസിയിൽ നിന്ന് പറഞ്ഞു, രശ്മ 8ാം തീയതി ക്ലാസ് തുടങ്ങും, അപ്പോൾ അതിന് മുമ്പ് എന്തായാലും ടിക്കറ്റ് ഒരെണ്ണം എടുത്തു വെച്ചു, അല്ല പെട്ടെന്ന് നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും. അപ്പം എനിക്ക് 4-5 കിട്ടിയതുകൊണ്ട് ഞാൻ 5ാം തീയതിയിലേക്ക്, അത് ഓണത്തിൻ്റെ അന്നത്തേക്ക് ടിക്കറ്റ് എടുത്തു വെച്ചു. പക്ഷേ അന്ന് ഓഫർ ലെറ്റർ വന്നില്ല. ഓഫർ ലെറ്റർ അല്ല, ഒരു 2ാം തീയതി വരെയും എനിക്ക് വിസ അടിച്ച് വന്നിട്ടില്ല. ഡിസ്പാച്ച് ആയെന്നൊരു മെസ്സേജ് 2ാം തീയതി 3ാം തീയതി ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ആകെ വിഷമിച്ചിരിക്കുക. 4ാം തീയതി ഞാനെന്നാൽ ടിക്കറ്റ് മാറ്റുന്ന കാര്യം പറയാൻ വെച്ച് ഫോൺ എടുത്തപ്പം എനിക്ക് മെസ്സേജ് വന്ന് കിടക്കുന്നു. അതായത് എൻ്റെ ഏജൻസിയിൽ നിന്ന് വിസ അപ്രൂവൽ ആയിട്ടുണ്ട്, അതായത് സെപ്റ്റംബർ 4ാം തീയതി. അന്നേരം എനിക്ക് മനസ്സിലായി അമ്മ പാസ്പോർട്ട് കാണിച്ച് തന്ന 4 എന്നുള്ളത് ഈ 4ാം തീയതിയാണെന്നും. പിന്നെ ഇന്ന് ഞാനിപ്പം എൻ്റെ ഏജൻസിയിൽ പോയി പാസ്പോർട്ട് മേടിച്ച് ടിക്കറ്റും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ വരുന്ന വരവിന് ഇവിടെ ഇറങ്ങിയതാണ്. ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ആ 5ാമത്തെ പേജിലാണ് എനിക്ക് അമ്മ വിസ അടിച്ച് തന്നിരിക്കുന്നത്. ഞാൻ നാളെ അല്ല 11ാം തീയതി വെളുപ്പിനെ 4:15 ഫ്ലൈറ്റിന് അയർലൻഡിലേക്ക് പോവാണ്. അപ്പോൾ അമ്മയാണ് എന്നെ ഇവിടെ വരെ, ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിട്ടും അമ്മയാണ് ഓരോ കാര്യത്തിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അമ്മയെ വിളിക്കുന്ന സമയത്തെല്ലാം അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 എന്നല്ല, അത് എത്ര പറഞ്ഞാലും തീരില്ല. പിന്നെ ഞാനെന്നും ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ധ്യാനം അപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു ധ്യാനം ഇത്ര നേരമൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന്. പക്ഷേ എല്ലാ ആഴ്ചയിലും ധ്യാനം നോക്കിയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്രയും സമയം നമുക്ക് വേറൊരു ലോകത്തിരിക്കുന്ന പോലാണ്. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പം ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ മുമ്പിൽ ആര് വന്ന് കൈ നീട്ടിയാലേ എൻ്റെ കയ്യിൽ എന്തുവാണോ ഉള്ളത് അത് ഞാൻ കൊടുക്കും. അതുപോലെ എന്ത് സഹായമാണെങ്കിലും അത് ഞാൻ ചെയ്യും. പിന്നെ ഈ ഓൺലൈനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരൊക്കെ കാണുമല്ലോ, അപ്പം അവർക്ക് ജെനുവിനെന്ന് തോന്നുന്നവർക്ക് ഓൺലൈനായിട്ടും ഉള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട്. ബൈബിള് വായിക്കും. ഞാനൊരു ഹിന്ദു ആണ് എങ്കിൽ പോലും എനിക്ക് ചിലതൊന്നും മനസ്സിലാവില്ല, എങ്കിൽ പോലും ഞാൻ ബൈബിള് വായിക്കാറുണ്ട്. പിന്നെ ഈ പ്രാർത്ഥനയൊക്കെ വായിക്കുമ്പോൾ ആദ്യം യാന്ത്രികമായിട്ടായിരുന്നു, പക്ഷേ ഇപ്പം അർത്ഥം അറിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വായിക്കുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലുന്നതാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ശരിക്കും ഇപ്പോൾ പറഞ്ഞാൽ എനിക്കത് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. 2 സാമുവേൽ 22-ാം അധ്യായം 36-ാം തിരുവചനം. രക്ഷയുടെ പരിച അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നു, അങ്ങയുടെ പരിപാലനം എന്നെ വലിയവനാക്കി. പരിശുദ്ധ അമ്മയുടെ വലിയ പൊതിഞ്ഞു പിടിക്കുന്ന കരുതലോടെ നമ്മെ കെട്ടിപ്പിടിക്കുന്ന ഒരു വലിയ സ്നേഹമാണ് ഇന്ന് രേഷ്മയോട് പങ്കുവച്ചിരിക്കുന്നത്.
നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോഴെല്ലാം ഈശോയുടെ തിരുരക്തമാണ് നമ്മെ വീണ്ടെടുക്കുന്നത്, നമുക്ക് രക്ഷ നൽകുന്നത്. 2 സാമുവേലിൻ്റെ പുസ്തകത്തിൽ വായിച്ചത് കേട്ടതുപോലെ നമ്മെ രക്ഷയുടെ ഒരു വലിയ കവചം നമ്മെ മൂടിയിരിക്കുന്നു. അവിടുത്തെ പരിപാലനം നമ്മെ വലിയവരാക്കുന്നു. അവിടുത്തെ പരിപാലനം നമുക്കില്ലെങ്കിൽ, അവിടെ നിന്ന് നമ്മോടൊത്ത് സഞ്ചരിക്കുന്നില്ലെങ്കിൽ, പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നില്ലെങ്കിൽ ഇന്നും ഒരു പക്ഷേ നാം പഴയ സ്ഥിതിയിൽ തന്നെ ആകുമായിരുന്നു. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നവരെല്ലാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് വലിയ ഓഫറുകളാണ് നൽകുന്നത്. രേഷ്മ പറയുകയുണ്ടായി, ഞാനൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ, ഇനി ഈ പ്രാർത്ഥന ചെയ്യണ്ട, ഈ പ്രാർത്ഥിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഈശോ നമ്മെ കൈവിടുന്നില്ല എന്നുള്ള ഒരു വലിയ ഉറപ്പാണ് ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ നൽകി അനുഗ്രഹിച്ചത്. നമ്മുടെ ജോലിയില്ലാത്ത എല്ലാ മക്കളെയും, അതുപോലെ തന്നെ ജോലി അന്വേഷിച്ച് കഷ്ടപ്പെടുന്നവരെയും, വിദേശത്ത് പോകാൻ ഒരുങ്ങിയിരിക്കുന്നവരെയും, നമ്മളുടെ കുടുംബങ്ങളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞൊരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.